ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റെസിപ്പി നോക്കിയാലോ, ചനാ ദാലിൻ്റെ റെസിപ്പി. അതിനായിട്ട് ഇത് ആദ്യം തന്നെ കുക്കർ വെക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് സ്പൈസസ് ആയിട്ട് ഒരു പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക ഇത്ര ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 5-6 അല്ലി വെളുത്തുള്ളി അത്ര തന്നെ ഇഞ്ചി ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഇങ്ങനെ ചോപ്പറിലിട്ട് നല്ലോണം ചോപ്പ് ചെയ്തതാണ്, ഇല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇതൊന്ന് കളർ ചേഞ്ചായി വരുന്ന ടൈമിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഈ ചെറിയ ജീരകം എന്തായാലും ഇടാൻ നോക്കുക, കാരണം ഇതാണ് ഇതിനൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കൊടുക്കുന്നത്. ഈ മസാല ഒന്ന് കളർ ചേഞ്ചായി വരുന്ന ടൈമിൽ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ 2 തക്കാളി പേസ്റ്റ് ആക്കിയതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഒരു വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൗഡേഴ്സ് ഇട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചനാ ദാൽ ഇട്ട് കൊടുക്കുക. നമ്മൾ വെള്ളക്കടലയില്ലേ അത്. ഇതൊരു കപ്പ് കടല ഉണ്ട്. ഇത് ഞാൻ ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്, ഇല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് എടുത്തത്. 1 കപ്പ് കടലക്ക് 2 കപ്പ് വെള്ളം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അതൊന്ന് ഇളക്കിയിട്ട് കുക്കർ മൂടി വെക്കാം. ഇതൊരു 8 to 10 വിസിൽ വരെ വേവിക്കാം, ഇല്ലെങ്കിൽ ഫസ്റ്റ് 2 വിസിൽ വന്നതിന് ശേഷം ഒരു 20 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെച്ചാലും മതി. പെട്ടെന്ന് കുക്കായി വന്നോളും കടല. അങ്ങനെ നമ്മൾ കടല നല്ലോണം വെന്ത് വന്നിന്. ഇനി ഇതൊന്നും കൂടി ഒന്ന് ചൂടാക്കുക. അന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് കസൂരി മേത്തി നല്ലോണം ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചനാ ദാൽ റെഡിയായി. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ബൈ.